യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലാണ്. ആ ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗം ചേർത്താലേ മനസ്സിലാവുകയുള്ളൂ. ആ ചോദ്യം ഞാൻ നിങ്ങളോട് നേരിട്ട് നമ്മുടെ ഓർമ്മയെ പുതുക്കിക്കൊണ്ട് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ദൈവം അറിയുന്ന വ്യക്തിയാകണമോ, ദൈവമക്കൾ അറിയുന്ന വ്യക്തിയാകണമോ? ദൈവം അറിയുന്ന വ്യക്തിയാകണമോ അതോ ദൈവമക്കൾ അറിയുന്ന വ്യക്തിയാകണമോ? ഞാൻ മനസാന്തരപ്പെട്ട കാലത്ത്, ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന കാലത്ത് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചോദ്യമാണ്: ദൈവം അറിയുന്ന വ്യക്തിയാകണമോ, ദൈവമക്കൾ അറിയുന്ന വ്യക്തിയാകണമോ? അന്നത്തെ എൻ്റെ ആ തരംതാണ നിലവാരത്തിൽ ഒരു ശരിയായ വ്യക്തമായൊരു ഉത്തരം എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടില്ല. എന്നാൽ ഇന്ന് മാനസാന്തരപ്പെട്ട് അതിൻ്റെ ഇരട്ടി വർഷം കഴിഞ്ഞ ഈ സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലെ നിർണയം പറയാൻ സാധിക്കും. എനിക്ക് ദൈവമക്കൾ അറിയുന്ന വ്യക്തിയാവുകയല്ല വേണ്ടത്, ദൈവം അറിയുന്ന വ്യക്തിയാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറയ്ക്കൂ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വന്നില്ല എങ്കിൽ നിങ്ങളുടെ ആത്മീയമായ ഈ ഓട്ടവും ഈ കേൾവിയും ഈ ബദ്ധപ്പാടും എല്ലാം വൃഥാവായി പോകും. ദൈവമക്കൾ അറിയുന്ന വ്യക്തിയായാൽ പോരാ, ദൈവം അറിയുന്ന വ്യക്തിയാകണം. അങ്ങനെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 8:3 പഠിപ്പിക്കുന്നുണ്ട്, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു. നിങ്ങൾ ദൈവം അറിയുന്ന വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ ഏറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ദൈവം അറിയുന്നൊരു വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ ഒരു സംഘടനയും വേണ്ട, ഒരു പണവും പിരിക്കണ്ട, നിങ്ങളൊരു സഭയിലും ചേരണ്ട, ഒരു മതത്തിലും ചേരണ്ട, ഒരു മതം മാറുകയും വേണ്ട. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അറിയും. നിങ്ങളുടെ കുടുംബം അറിയും, നിങ്ങളുടെ വ്യഥകളറിയും, നിങ്ങളുടെ സങ്കടങ്ങളറിയും, നിങ്ങളുടെ മക്കളെ അറിയും, നിങ്ങളുടെ തൊഴുത്തിലെ കിടാവിനെ പോലും അറിയും. വേദപുസ്തക പ്രകാരമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ ഫലവൃക്ഷങ്ങളെ അറിയും, നിങ്ങളുടെ വരുമാനം അറിയും, നിങ്ങളുടെ പരാജയം അറിയും. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ ഒരുവൻ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ അടിവരയിട്ട് വെച്ചുകൊള്ളണം. ദൈവമക്കളെ സ്നേഹിക്കുന്നവനെയെല്ലാം ദൈവം അറിയുന്നു എന്നല്ല വചനം. സഭയെ സ്നേഹിക്കുന്നവനെയെല്ലാം ദൈവം അറിയുന്നു എന്നല്ല വചനം. സംഘടനയെ സ്നേഹിക്കുന്നവനെയെല്ലാം ദൈവം അറിയുന്നു എന്നല്ല വചനം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കാര്യത്തിൽ ആദ്യം ഒന്ന് ഉറയ്ക്കുക. എനിക്ക് ദൈവം അറിയുന്ന വ്യക്തിയാകണം. ഞാൻ രോഗിയായിരിക്കാം, ക്യാൻസർ രോഗിയായിരിക്കാം, പക്ഷേ യേശുക്രിസ്തു അറിയുന്ന ഒരു ക്യാൻസർ രോഗിയായിരിക്കണം. ഞാൻ ദരിദ്രനായിരിക്കാം, തോറ്റുപോയ വ്യക്തിയായിരിക്കാം, പക്ഷേ ഞാൻ യേശുക്രിസ്തു അറിയുന്ന ഒരു പരാജിതനായിരിക്കണം. അത് മതി. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗമല്ല വിഷയം. യേശുക്രിസ്തു അറിയുന്ന ഒരു ക്യാൻസർ രോഗിക്ക് അതിൻ്റേതായ നന്മകളുണ്ട്, അതിൻ്റേതായ സവിശേഷതകളുണ്ട്, അതിൻ്റേതായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ ഒറ്റ കാര്യം ഹൃദയത്തിൽ നിർണയിക്കുക: ദൈവമക്കളെ അറിയുന്നവനായിട്ടല്ല, എനിക്ക് ദൈവം എന്നെ അറിയുന്നവനായി എനിക്ക് ജീവിക്കണം. ദൈവം അറിയുന്ന ഒരു കുടുംബമായിരിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? വേദപുസ്തകം, ഇത് വളരെ ലളിതമാണ്. ഈ പുസ്തകം ഇത് വലിയ ഭാരമുള്ള പുസ്തകമല്ല, ഇത് നിറഞ്ഞ സ്നേഹമാണ്. ദൈവമക്കളെ, ഈ പുസ്തകം നിറയെ സ്നേഹമാണ്, ഇത് നിറയെ സമാധാനമാണ്. ഇത് അല്പം പോലും കാഠിന്യമുള്ളൊരു പുസ്തകമല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഇത് സ്നേഹം മാത്രമായ പുസ്തകമാണ്. ഈ പുസ്തകം നമ്മളോട് കൽപ്പിക്കുന്നു, ദൈവം അറിയുന്ന ഒരു വ്യക്തിയാകണം. അതിനെന്ത് ചെയ്യണം? ഒരുവൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. അതാണ് എൻ്റെ അടിസ്ഥാന കാര്യം. ദൈവമക്കളെ, ന്യായവിധിയുണ്ട്. 1 യോഹന്നാൻ 4:17. നാം വചനത്തിലേക്ക്, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരികയാണ് സാവകാശം. 1 യോഹന്നാൻ 4:17.
ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിയുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞു, വേദപുസ്തകം പറയുന്നു ന്യായവിധിയുണ്ട്. എന്താണ് ന്യായവിധി എന്ന് പറഞ്ഞാൽ? ഞാൻ ന്യായവിധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ, എൻ്റെ ഭാര്യ നേരിട്ടേ പറ്റുകയുള്ളൂ, എൻ്റെ മക്കൾ നേരിട്ടേ പറ്റുകയുള്ളൂ. അത് നിങ്ങൾക്കും ബാധകമാണ്. ദൈവമക്കളെ, ഈ കൂട്ടായ്മയിലെല്ലാം കടന്നു വന്ന ദൈവജനം കേൾക്കുന്ന നാം ഓരോരുത്തരും ന്യായവിധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ. നാം ഏത് സഭയിൽപ്പെട്ടവരായാലും ന്യായവിധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ. നാം ഏത് മതത്തിൽപ്പെട്ടവരായാലും നിത്യനായ ദൈവത്തിൻ്റെ ന്യായവിധിയെ നാം നേരിട്ടേ പറ്റുകയുള്ളൂ. ന്യായവിധിയിൽ നിന്ന് ഒഴിവായിട്ട് ആരുമില്ല. നാം ആരായിരുന്നാലും, പ്രസംഗിക്കുന്നവനായിരുന്നാലും, സാക്ഷ്യം പറയുന്നവനായാലും, പാട്ടുപാടുന്നവനായാലും, സഭയെ നടത്തുന്നവനായാലും, സഭയുടെ നേതാവായാലും, സഭയുടെ പ്രിയപ്പെട്ടവരെ പരമാധ്യക്ഷനായാലും ന്യായവിധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ. കാരണം അത് ഈ ഭൂമിയിലെ സകലമാന മനുഷ്യരും ന്യായവിധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്താണ് ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ? ദൈവമക്കളെ, നാം ഭയത്തോടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ. എന്നാൽ ആ ന്യായവിധിയെ ദൈവം എപ്രകാരമാണ് നമുക്ക് തരാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ വചനത്തിലേക്ക്, ഈ വിശ്വാസത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, ദൈവമക്കളെ, ഈ ന്യായവിധി എന്ന് പറയുന്നത് മറ്റൊരു അനുഭവമായിട്ട് മാറുകയാണ്. എന്തായിട്ടാണ് മാറുന്നത്? ദുഃഖവും പരിഭവവും നിരാശയും സങ്കടവും മരണവും എല്ലാമുള്ള ഈ ലോകത്ത് നിന്ന് നാം മാറ്റപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുള്ളതായ ഒരു ലോകത്തിലേക്ക് നാം കടന്നു വരികയും ചെയ്യും. പിന്നെ അവിടെ ദുഃഖമില്ല, പിന്നെ അവിടെ മരണമില്ല, പിന്നെ അവിടെ രോഗമില്ല, പിന്നെ അവിടെ ആകുലങ്ങളില്ല. പകരം നമുക്ക് കാണാൻ ഇന്ന് നമ്മളോട് പരിഭവമുള്ള, നമ്മളെക്കുറിച്ച് നമ്മളെ മുഖം വീർപ്പിച്ച് കാണിക്കുന്ന ആരുമല്ല. പിന്നെ നമുക്ക് കാണാനുള്ളത് മുഖാമുഖം യേശുവിനെ കാണുന്ന ഒരു ജീവിതത്തിലേക്ക് നാം കിടക്കുകയാണ് ചെയ്യുന്നത്. ആ മുഖാമുഖം യേശുവിനെ കാണുന്ന ഒരു ജീവിതം ദൈവമക്കളെ ശ്രേഷ്ഠമല്ലേ? ഒരു സന്തോഷമല്ലേ? ഒരു സമാധാനമല്ലേ? അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയാണ് ഈ വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. മുഖാമുഖം യേശുവിനെ കാണുന്ന ഒരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. അതിലേക്കാണ് ഈ വേദപുസ്തകം നമ്മളെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. അതിലേക്കാണ് ഈ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ന്യായവിധി ഞാൻ നേരിട്ടേ പറ്റുകയുള്ളൂ, എൻ്റെ ഭാര്യ നേരിട്ടേ പറ്റുകയുള്ളൂ, എൻ്റെ മക്കൾ നേരിട്ടേ പറ്റുകയുള്ളൂ, നിങ്ങൾ ഓരോരുത്തരും നേരിട്ടേ പറ്റുകയുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇടവന്ന സകലമാന മനുഷ്യരും, പ്രിയപ്പെട്ടവരെ, ഗർഭം അലസിപ്പോയ കുഞ്ഞുപോലും ആ ന്യായവിധിയിലൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനൊഴിവില്ല. പക്ഷേ ആ ന്യായവിധി എന്ന് പറയുന്നത് അതിൻ്റെ ശേഷമുള്ള അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നാം നരകത്തെക്കുറിച്ചല്ല, ഈ വേദപുസ്തകം നമ്മൾക്ക് പറഞ്ഞു തരുന്നു, യേശുവിനെ മുഖാമുഖം കാണുന്നതായ ഒരു ജീവിതത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. അതിലേക്ക് നാം വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ധൈര്യമുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ഒരു കാര്യം ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃകയെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. യേശു കാണിച്ചു തന്ന ഒരു മാതൃക, പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു മാതൃകയാണത്. നാം പ്രാർത്ഥിച്ചാൽ നമുക്കും കിട്ടും. ദൈവമക്കളെ, ദൈവമക്കളായി തീരുന്നവരുടെ ഒരു അടയാളവുമാണ് ആ മാതൃക എന്ന് പറയുന്നത്. ഏതാണ് ആ മാതൃക? ഞാൻ പറഞ്ഞു തരാം. വേദപുസ്തകത്തിലുണ്ട്. അത് അബ്രഹാമിനുണ്ടായിരുന്നു, അത് യാക്കോബിനുണ്ടായിരുന്നു, അത് ദാവീദിനുണ്ടായിരുന്നു, അത് പത്രോസിനുണ്ടായിരുന്നു, അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു, അത് അരിമത്യാക്കാരൻ യൗസേപ്പിന് പോലും ഉണ്ടായിരുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഏതാണ് ആ മാതൃക? യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം, 7-ാം അധ്യായം, അതിൻ്റെ 25-26 വാക്യം നമുക്ക് വായിച്ച് നോക്കാം.
ഏതാണ് ആ മാതൃക? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 25-26 വാക്യം. യെരുശലേമ്യരിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. യേശു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? ധൈര്യമുണ്ടായിരിക്കണം. ധൈര്യമുണ്ടായിരിക്കണം. യേശു കരുണയുള്ളവനാണ്, യേശു സ്നേഹമുള്ളവനാണ്, യേശു വിശുദ്ധിയുള്ളവനാണ്, യേശു മരിച്ചവനാണ്, യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഇതെല്ലാം നാം കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ഭൂമിയിൽ ജീവിച്ച കാലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു കാര്യമാണ്, യേശു കാണിച്ചു തന്നൊരു മാതൃകയാണ്. നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. ധൈര്യമുള്ളവരായിരിക്കണം. ദൈവമക്കളെ, വേദപുസ്തകത്തിലെ അനേകം ഉദാഹരണങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം പോണത്? എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം ഇല്ലാതായി പോണത്? എന്തുകൊണ്ടാണ് നമ്മുടെ ധൈര്യം കുറഞ്ഞു പോണത്? എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം കിട്ടാതെ പോണത്? ദൈവമക്കളെ, നമുക്ക് ഓർക്കാം. ഒരു വാക്യം നിങ്ങൾ വായിക്കാൻ നല്ലതാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതായ ഒരു വാക്യം മോശ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അധൈര്യപ്പെടരുത്. അധൈര്യപ്പെടരുത്. മോശ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. നിങ്ങൾ ഹോരേബിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ്. നിങ്ങൾ ആ ഹോരേബിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഏതാണ്ട് 40 കൊല്ലം കഴിഞ്ഞു, 38 കൊല്ലം, 40 കൊല്ലം കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കാദേശ് ബർന്നയിലെത്തി. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അപ്പുറം കനാൻ നാട് കാണാം. അപ്പുറത്തെ കനാൻ നാട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഹോരേബിൽ നിന്ന് വന്നു, നിങ്ങൾ കാദേശ് ബർന്നയിലെത്തി, നിങ്ങൾ അമോര്യരുടെ ദേശത്തെത്തി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കനാൻ നാട് കാണാം. നിങ്ങൾ ചെന്ന് ആ കനാൻ നാട് അവകാശപ്പെടുത്തണം. ഒരു കാര്യം മാത്രം മതി, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അധൈര്യപ്പെടരുത്. ദൈവമക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരത്തിൽ വളർന്ന് ദൈവവചനം കേട്ട് സുവിശേഷകാഹളം കേട്ട് കടന്നു വന്ന് ഇന്ന് പ്രായമായി വാർദ്ധക്യമായി ഇസ്രായേൽ മക്കൾ കനാൻ നാട് കണ്ടതുപോലെ അക്രദേശത്തേക്ക് എത്തുവാൻ തക്കവണ്ണം എന്നെപ്പോലെ പ്രായം കൂടിയിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ അധൈര്യപ്പെടരുത്, ദൈവരാജ്യത്തിൽ പോകുമോ എന്ന്. കനാൻ നാട് നേരെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. മോശ ചൂണ്ടിക്കാണിച്ചു, ദാ ആ കനാൻ നാട്. അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് ഒറ്റ കാര്യം മതി, നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾക്കവിടെ കിടക്കാം. എന്നെ കേൾക്കുന്ന ജീവൻ്റെ തുടിപ്പുള്ള പ്രായം ചെന്നവരോട് ഞാൻ പറയട്ടെ, ഞാൻ അപ്പുറം കിടക്കുമോ എന്ന്, ദൈവരാജ്യത്തിൽ കിടക്കുമോ എന്ന് നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങളെ കിടത്തുവാൻ യേശുവുണ്ട്. നിങ്ങൾ അധൈര്യപ്പെടരുത്. ആരോടായാലും പ്രായം കുറഞ്ഞവരോട് കൂടിയവരോട് അധൈര്യപ്പെടരുത്. നിങ്ങൾക്ക് സാധിക്കും. അത് നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷേ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, അയ്യോ അത് ഞങ്ങൾക്ക് സാധിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് CID വെക്കാം, നമുക്ക് 12 CID വെക്കാം, പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കാം, ഒറ്റുകാരെ വെച്ച് നമുക്ക് നോക്കാം, അപ്പുറമൊക്കെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. അവർ പറഞ്ഞു CID വെച്ചു, അപ്പുറമൊക്കെ ചെല്ലാവോ എന്ന് നോക്കി. അങ്ങനെയാണ് ഒറ്റുകാരെ മോശ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞു അപ്പുറത്തേക്ക് പൊക്കോളം പറഞ്ഞു. പക്ഷേ മനുഷ്യർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പേടിയാ, സാധിക്കില്ല. എന്നാൽ മോശ പറഞ്ഞു, നിങ്ങൾ ഒറ്റ നോക്കിക്കോ, CID വെച്ച് നോക്കിക്കോ. അവരവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, മനുഷ്യർ എന്ന് പറഞ്ഞു നമുക്ക് പറ്റൂല. ദൈവം പറഞ്ഞു പറ്റും, മനുഷ്യർ പറഞ്ഞു പറ്റൂല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു പോകാം, മനുഷ്യർ പറഞ്ഞു പോകാൻ പറ്റൂല. ദൈവത്തിലെ നീ എവിടെയാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത്? മനുഷ്യനിലാണോ ദൈവത്തിലാണോ? ദൈവം പറഞ്ഞു നിനക്കത് കിട്ടുമെന്ന്,
മനുഷ്യർ പറയുന്നു പക്ഷേ അസാധ്യമാണെന്ന്. എവിടെയാണ് പിടുത്തം? എവിടെയാണ് മൃഗപ്പിടുത്തം? മനുഷ്യർ പറയുന്ന വാക്കിനോ ദൈവത്തിൻ്റെ വചനത്തിനോ ഏതിനാണ് വില കൊടുക്കുന്നത്? ദൈവക്കളെ, നിങ്ങൾ അധൈര്യപ്പെടരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ധൈര്യം നാം കാണുന്നു, അതൊരു ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന എൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവമക്കളെ, വചനം കേൾക്കുന്ന നിങ്ങളെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. ഒരപ്പനായി എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മക്കളെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. ഒരമ്മയായി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു നോക്കാം. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ദാവീദ് രാജാവ് സ്വന്തം മകനായ ശലോമോനോട് പറയുകയാണ്, ശലോമോനെ, നിന്റെ അപ്പൻ ഭക്തനൊക്കെയാ, പക്ഷേ അതുകൊണ്ട് മാത്രം നിനക്ക് ധൈര്യം കിട്ടുകയില്ല, അതുകൊണ്ട് മാത്രം നിനക്ക് കഴിയില്ല. അപ്പൻ്റെ മാനസാന്തരം കൊണ്ടോ അപ്പൻ ദൈവത്തോടു കൂടെയുള്ളവനായതുകൊണ്ടോ നിനക്ക് പറ്റില്ല. നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ അറിയണം. ദൈവഭക്തനായ അപ്പനെ നീ അറിഞ്ഞാൽ പോരാ, ഭക്തനായ അപ്പനെ നീ അറിഞ്ഞാൽ പോരാ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ അറിയണം. അപ്പൻ്റെ ദൈവത്തെ നീ ബഹുമാനിക്കണം, അപ്പൻ്റെ ദൈവത്തെ നീ അനുസരിക്കണം. അതാണ് ദാവീദ് പറഞ്ഞു കൊടുത്തത്. നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ അറിഞ്ഞ്, നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ സ്നേഹിച്ച് പരിപാലിച്ചുകൊണ്ട്, മുമ്പുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. മോനെ, അല്ലാതെ എൻ്റെ മോനാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിനക്ക് ഗുണം കിട്ടൂല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മരുമക്കളില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എൻ്റെ മോനാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടുകയല്ല. എൻ്റെ അപ്പൻ മാനസാന്തരപ്പെട്ടതാ, പ്രസംഗിച്ചതാ എന്ന് പറഞ്ഞാലൊന്നും എൻ്റെ ആത്മാവിന് ഗുണം കിട്ടുകയില്ല. ദൈവമക്കളെ, എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെത്താനത് പ്രാപിക്കണം. ഒരുപക്ഷെ ആഹാരം തരും നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന് ആഹാരമില്ലാത്തതും ഞാൻ കണ്ടിട്ടില്ല. അത് ആഹാരമൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. ദൈവമക്കളുടെ മക്കൾക്ക് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ വ്യക്തിപരമായി രക്ഷപ്പെടണം. ആത്മാവിൽ വളരണമെങ്കിൽ വ്യക്തിപരമായി തന്നെ വളരണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദാവീദ് പറഞ്ഞു കൊടുത്തു, മോനെ, നീ ധൈര്യപ്പെടണം, നീ ധൈര്യമുള്ളവനാകണം, നീ ധൈര്യമുള്ളവനാകണം. ദൈവമക്കളെ, നമ്മുടെ മക്കളെ ധൈര്യപ്പെടുത്തണം, ക്രിസ്തുവിൽ ധൈര്യപ്പെടുത്തണം, ക്രിസ്തുവിൽ ബലപ്പെടുത്തണം, അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തണം. മോനെ, നിനക്ക് കഴിയും. ഒരു ദേവാലയം പണിയാണ് അന്നത്തെ കാലത്ത്. നിൻ്റെ ഹൃദയത്തെ, നീ എത്ര ചീത്തയായാലും നിൻ്റെ ഹൃദയത്തെ നന്നാക്കാൻ നിനക്ക് കഴിയും. നീ ബുദ്ധിയില്ലാത്ത കുട്ടിയാണെങ്കിലും നിനക്ക് ബുദ്ധി കിട്ടും. നിങ്ങൾ ഇവിടെ ധാരാളം പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ധൈര്യത്തിൽ വളർത്തണം. ജീവനുള്ള ദൈവത്തോടു കൂടെ നടന്നാൽ മോനെ, നിനക്ക് ലഭിക്കും, നിനക്ക് കഴിയും, നിനക്ക് സാധ്യമാകും. ദൈവമക്കളെ ധൈര്യപ്പെടുത്തണം, നമ്മുടെ മക്കളെ ധൈര്യപ്പെടുത്തണം. ദൈവവചനം ഭീഷണിപ്പെടുത്താനല്ല ഉപയോഗിക്കേണ്ടത്, ദൈവവചനം ധൈര്യപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൽ ശാസനയുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വചനം നാം ഉപയോഗിക്കേണ്ടത് ധൈര്യപ്പെടുത്താനാണ്. ദൈവത്തെ നാം മുഖത്തപ്പെടുമാറാകട്ടെ. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ഞാൻ ഈ ഭാഗമെടുത്ത് ഏതാനും ചിന്തകളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരു കാര്യം മാത്രം ചിന്തിക്കാം. ധൈര്യത്തോടെ നിന്ന് ഒരാളെ നമുക്ക് ചിന്തിച്ച് നോക്കാം. ദാവീദ് രാജാവിനെ നമുക്ക് ഓർത്ത് നോക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമുക്ക് ദാവീദിൻ്റെ ഒരു കാര്യം വായിച്ചു നോക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് അവിടെ ധൈര്യപ്പെടുകയാണ്. ദാവീദ് ധൈര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഭയപ്പെടുകയാണ്. ദാവീദിൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ, നാട്ടിലെ രാജാവ് ഉൾപ്പെടെ ഈ മല്ലനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ പേടിച്ചു മാറി നിൽക്കുകയാണ്. 9 അടി പൊക്കമുള്ള ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ശൗൽ രാജാവ്, ഇസ്രായേൽ രാജാവ്, ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും പൊക്കമുള്ളവനായിരുന്നു ഇസ്രായേൽ രാജാവായ ശൗല്. ഇസ്രായേലിലെ ഏത് മനുഷ്യനെ നോക്കിയാലും ശൗൽ രാജാവിൻ്റെ തോട് വരെയേ പൊക്കമുള്ളൂ. അതിനേക്കാളും പൊക്കമുള്ളവനാ ശൗൽ രാജാവ്. പക്ഷേ ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇത്രയും പൊക്കമുള്ള ശൗല് പോലും പേടിച്ചു മാറിപ്പോയി.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ ആ ഗോലിയാത്തിനെ കണ്ടിട്ട് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഇല്ല, ദാവീദ് പറഞ്ഞു, ഞാൻ ഭയപ്പെടുക പിന്മാറിപ്പോകുകയല്ല, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ നിന്റെ നേരെ വരാൻ പോവുകയാണ്. ഞാൻ നിന്റെ നേരെ വരാൻ പോവുകയാണ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഭയം നല്ലതാണ്. നല്ല ഭയവും ചീത്ത ഭയവുമുണ്ട്. നല്ല ഭയമുണ്ട്, ചീത്ത ഭയവുമുണ്ട്. ദൈവഭയം നല്ലതാണ്. മനുഷ്യഭയം ഒരു കെണിയുമാണ്. നല്ല ധൈര്യവും ചീത്തയായ ധൈര്യവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല ധൈര്യമുണ്ട്, ചീത്തയായ ധൈര്യവുമുണ്ട്. ദൈവമക്കളെ, എപ്പോഴും നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? എപ്പോഴും നല്ലത് മാത്രം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? എപ്പോഴും തിന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോഴും ചീത്തയായത് ചെയ്യാൻ മനുഷ്യന് കഴിയും. എപ്പോഴും നല്ലത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുകയില്ല. കഴിയണമെങ്കിൽ വീണ്ടും ജനിക്കണം. എപ്പോഴും നല്ലത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വീണ്ടും ജനിക്കണം. മനസാന്തരം വേണം. ക്രിസ്തു ഹൃദയത്തിൽ വേണം. ദൈവമക്കളെ, നാം ധാരാളം ഗുളിക കഴിക്കുന്നവരാ. ഗുളിക, ടാബ്ലറ്റ്സ്. കഴിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഗുളിക ഏതാ? പറയാവോ? കഴിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഗുളിക ഏതാ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതിൻ്റെ പേര് എനിക്കറിയാൻ മേല. പക്ഷേ നമുക്ക് അംഗീകരിക്കാനോ കൈക്കൊള്ളാനോ ഏറ്റവും പ്രയാസമുള്ള വാക്യം ഏതാ? ഏറ്റവും പ്രയാസമുള്ള പില്ല്, വചനം ഏതാ? ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളോട് വിരോധമുള്ളവരെ സ്നേഹിപ്പീൻ. ഇതിനേക്കാൾ പ്രയാസമുള്ള വല്ലോ കാര്യമുണ്ടോ? ഇതിനേക്കാൾ പ്രയാസമുള്ള ഏതെങ്കിലും ഒരു വചനമുണ്ടോ? ഇതല്ലേ നമുക്കൊക്കെ ഉള്ള വിഷയം? ഇതല്ലേ നമ്മളെല്ലാം തോറ്റുപോകുന്നൊരു വിഷയം? ഇതല്ലേ ദൈവമക്കളെ? എന്നോട് ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാൻ പറ്റില്ല. എന്നോട് അടുപ്പമില്ലാത്തവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രയാസമുള്ള വചനം. അത് സാധിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? സ്നേഹം തികയണം, ബോൺ അഗെയിൻ ആകണം, വീണ്ടും ജനിക്കണം, ആത്മാവിൽ വളരണം. ദൈവമക്കളെ, ദാവീദിന് ധൈര്യമുണ്ടായിരുന്നു. ദാവീദ് ധൈര്യത്തോടെ നേരിടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ എരിഹോ കോട്ട പിടിച്ചെടുക്കാൻ പോകുമ്പോൾ വലിയൊരു അതിൻ്റെ പുറകെ പെട്ടകമൊക്കെ ചുവന്നുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അവരുടെ പുറകെ. അതിന് ചുറ്റും ഇങ്ങനെ നടന്നൊക്കെയാ എരിഹോ കോട്ട. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ യഹോശാഫാത്ത് രാജാവ് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പട്ടാളക്കാരെക്കാളും മുമ്പിൽ ദേവാലയത്തിലെ ശുശ്രൂഷക്കാരെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ധൂപക്കുറ്റിയൊക്കെ വീശി യഹോശാഫാത്ത് അവരുടെ പുറകെ യുദ്ധത്തിന് വേണ്ടി അയച്ചു. യുദ്ധം ചെയ്യാൻ പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ദാവീദ് ഗോലിയാത്തുമായി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ആരും കൂടെയില്ല. ദൈവം എവിടെയാ? ഒരു പെട്ടകവും ഇല്ല, വിശുദ്ധാലങ്കാരം വരിച്ച ആരും കൂടെയില്ല. പിന്നെ എവിടെയാ ദൈവം? ഈ ചങ്കിനുള്ളിൽ. ഈ ചങ്കിനുള്ളിൽ ദൈവത്തെ വഹിച്ചുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ധൈര്യപ്പെടുവീൻ. ദൈവവേദലേ, നിന്റെ ചങ്കിനുള്ളിൽ ദൈവമുണ്ടോ? നിന്റെ ചങ്കിനുള്ളിൽ യേശു ക്രിസ്തു ഉണ്ടോ? ക്രിസ്തുക്കപ്പെട്ടവനായ ക്രിസ്തു നിന്റെ ചങ്കിനുള്ളിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ആ ധൈര്യം? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഗോലിയാത്ത് ഏതാണ്? നിങ്ങളുടെ ഗോലിയാത്ത് ഏതാ? നിങ്ങളുടെ കുടുംബത്തെ നേരിടുന്ന ഗോലിയാത്ത് ഏതാ? നിങ്ങളുടെ കുടുംബത്തെ നേരിടുന്ന ഗോലിയാത്ത് ഏതാ? ആ വിഷയം നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് പറയാം. കർത്താവേ, എൻ്റെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ ഗോലിയാത്ത് ഇതാണ്. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ഗോലിയാത്ത്, ഞാൻ തോറ്റ് ഭയപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ ഗോലിയാത്ത് ഇതാണ്. ഞാൻ ആശങ്കപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ ഗോലിയാത്ത് ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റിയ ചില പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വന്ന വലിയ ഭിന്നതയായിരിക്കാം, ദൈവമക്കളെ ഡൈവേഴ്സ് ആയിരിക്കാം, ഏതുമാകട്ടെ, മരണാസന്നമായ അവസ്ഥയായിരിക്കാം, വീട് നഷ്ടപ്പെടുന്നോ ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കാം.
മഹാപാപത്തിൽ വീണുപോയൊരവസ്ഥയായിരിക്കാം. അറിയാതൊരു മഹാപാപത്തിൽ വീണുപോയി. നിങ്ങൾ നേരിടുന്ന ഗോലിയാത്ത് ഏതാണ് ദൈവവേദലേ? ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും ജീവനുള്ള ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഗോലിയാത്തിനെ എങ്ങനെ നേരിടാൻ സാധിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഒരു വീണ്ടും ജനന അനുഭവം ഉണ്ടെങ്കിൽ, ഒരു മാനസാന്തര അനുഭവം ഉണ്ടെങ്കിൽ, ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആ മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ഈ ഗോലിയാത്തിനെ ജയിക്കാൻ പറ്റും. ആ ഒരു മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിൽ എനിക്ക് നിങ്ങൾക്കും നാം നേരിടുന്ന ഈ പ്രതിസന്ധികളെ മുന്നോട്ട് കടന്നു പോകാൻ പറ്റും. നമ്മുടെ ഗോലിയാത്ത് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ദൈവത്തിലെ നിൻ്റെ ഗോലിയാത്ത് ഏതാണ്? ആ ഗോലിയാത്തിനെ നേരിടാൻ നീ ഒരുങ്ങുക. നിനക്ക് കടന്നു പോകാം. അതിന് നിനക്ക് കൈമുതലായിട്ട് എന്താ വേണ്ടത്? ഒരു ബോൺ അഗൈൻ അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കണം. യേശു നിൻ്റെ ചങ്കിലുണ്ടായിരിക്കണം. അത്രമാത്രം മതി. ഒരു മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിൽ നിങ്ങൾക്കും എനിക്കും ആ ഗോലിയാത്തിനെ മറികടന്നു പോകാൻ പറ്റും. ഈ കഷ്ടതയെ മറികടന്നു പോകാൻ പറ്റും. ഈ രോഗത്തെ അപ്പുറം കടന്നു പോകാൻ പറ്റും. ഈ ഭിന്നതയെ കടന്നു പോകാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വന്നിരിക്കുന്നതായ ഈ പ്രതിസന്ധിയെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. അതിനെന്താണ് വേണ്ടത്? ഒരു മാനസാന്തരത്തിൻ്റെ ചൈതന്യമാണ് വേണ്ടത്. എന്താണ് മാനസാന്തരത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ചങ്കിൽ വേണം. നോ സിൻ, പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു നിർണയം നിൻ്റെ ഉള്ളിൽ വേണം. പാപം ചെയ്യുകയില്ല എന്നുള്ള നിർണയം നിൻ്റെ ഉള്ളിൽ വേണം. 137 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയും, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാനെന്ന്. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയണം. പ്രിയപ്പെട്ടവർ, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുന്നത് പോലെ നിങ്ങൾ വളർത്തുന്ന ചില പാപ സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾ വളർത്തുന്ന ചില പാപ പ്രകൃതങ്ങളുണ്ട്, ചില വൈരാഗ്യങ്ങളുണ്ട്. മക്കളെ വളർത്തുന്നത് പോലെ പാപം വളർത്തുന്നു മനുഷ്യൻ. പാപവൻ വളർത്തിയെടുക്കുന്നു. ആ കുഞ്ഞുങ്ങളെ പാറമേൽ ക്രിസ്തുവിൽ അടിച്ചു കളയുക. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ പാപത്തെ നിങ്ങൾ മറികടക്കുമെങ്കിൽ, ദൈവമക്കളെ, നിങ്ങൾക്ക് സമർപ്പണമെടുക്കാൻ കഴിയുമെങ്കിൽ, ഇല്ല കർത്താവേ, ഇനിമേൽ ഞാനിതാ ഒരു വിശുദ്ധനായി ജീവിക്കും, അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് പോകുകയില്ല, ഞാൻ പിണങ്ങുകയില്ല, ഞാൻ മർദ്ദിക്കുകയില്ല, ഞാൻ മദ്യപാനത്തിലേക്ക് പോകുകയില്ല, യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ ഇന്ന് മദ്യപാനം തെറിച്ചു പോകും. രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവേ ആ മുദ്ര എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ മദ്യപാനം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അന്ന് തെറിച്ചു പോകും. നിങ്ങളുടെ രോഗവും മാറും, നിങ്ങളുടെ കഷ്ടതയും മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടും മാറും. രോഗത്തോടുകൂടെ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം യേശു കൂടെയുള്ളതായ ഒരു രോഗം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ ആ മാനസാന്തരത്തിൻ്റെ ചൈതന്യത്തിൽ നിന്റെ പ്രശ്നങ്ങളെ, ഗോലിയാത്തിനെ നിനക്ക് ജയിക്കാൻ സാധിക്കും. അതാണ് ദാവീദിൻ്റെ ധൈര്യം. എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. നാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിത്ത് ഗോഡ്സ്. ഞാൻ ദൈവത്തോടു കൂടെയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ വേദപുസ്തകം അടച്ചിട്ട് അല്പനേരം നോക്കുക. കർത്താവേ, ഞാൻ ദൈവത്തോടു കൂടെയാണോ ജീവിക്കുന്നത്? ഞാൻ ദൈവം അറിയുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ കുടുംബത്തെ ദൈവം അറിയുമോ? അതോ ദൈവമക്കൾ മാത്രമേ അറിയുള്ളൂ? ദൈവമക്കൾ മാത്രം അറിയുന്നൊരു വീടാണോ എൻ്റെ വീട്? അതോ ദൈവം അറിയുന്നൊരു വീടാണോ? ദൈവമക്കൾ മാത്രം അറിയുന്നൊരു വ്യക്തിയാണോ? അതോ ദൈവം അറിയുന്നൊരു വ്യക്തിയാണോ? ഹല്ലേലൂയ. നിന്റെ രോഗത്തെയല്ല ഭയപ്പെടേണ്ടത്, ദൈവം അറിയാത്തവനായി നീ ജീവിക്കുന്നു. അതാണ് നിന്റെ പ്രശ്നം. ദൈവത്തിലെ അതിനെന്താണ് വേണ്ടത്? ജീവനെ ആഗ്രഹിക്കണം. കർത്താവേ, എനിക്കൊരു മനസാന്തരം തരണം, എനിക്കൊരു ജീവൻ്റെ അനുഭവത്തിലേക്ക് വരണം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണാൻ ഇച്ഛിക്കുകയും അതിനുവേണ്ടി എനിക്ക് ദീർഘായുസ് തരികയും ചെയ്യണം. കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം എൻ്റെ ആയുസ് പോലും എനിക്ക് നീട്ടിത്തരണം. അതിനുവേണ്ടി ഒരുങ്ങാൻ എനിക്ക് ആയുസ് തരണം. ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കുണ്ട്, ബോൺ അഗൈൻ ആയവർക്കുമുണ്ട്, മാനസാന്തരപ്പെട്ടവർക്കുമുണ്ട്, ദൈവത്തിൻ്റെ വേലക്കാർക്കുമുണ്ട്, വചനം പറയുന്നവർക്കുമുണ്ട്. നമുക്കെല്ലാം അതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവൻ്റെ നാമത്തിൽ നമുക്ക് അപ്പുറം കിടക്കാം. യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറം കിടക്കാം. ആ നല്ലവനായ യേശു നിന്റെ കൂടെ വേണമെന്നുള്ള നിർബന്ധമാണ് നിനക്ക് വേണ്ടത്. പ്രിയ ദൈവവേദലേ, നീ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവായ യേശു നിന്റെ അരികത്തുണ്ട്.
അവൻ നിന്നോട് പറയുന്നു, കുഞ്ഞെ, പാപവും ദുഃഖവും മരണവും രോഗവും കഷ്ടതയും ഒന്നുമില്ലാത്തൊരു ലോകത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. ദുഃഖവും കുറവിളിയും ഇല്ലാത്തതായ ഒരു ലോകത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ മടങ്ങി വരും. ദൈവത്തിലെ നീ ധൈര്യമായിരിക്കുക. കാരണം നാട് നിന്റെ മുമ്പിലുണ്ട്. നീ നോക്കിയാൽ മതി, കാണാം. അവിടെ എത്തിക്കാൻ ദൈവമുണ്ട്. ധൈര്യമായിരിക്കുക. എത്തിക്കാൻ യേശുവുണ്ട്. ആ ക്രൂശിന്റെ മുമ്പിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനിതാ കടന്നു വരുന്നു, അടിയനെ സ്വീകരിക്കണമേ. യേശുവേ, നീ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.